സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ. കഴിഞ്ഞൊരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ നടത്തുന്ന ഒരു നിയമ പോരാട്ടങ്ങളുടെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഈ FCRA പുതിയ നിയമപരിഷ്കാരങ്ങളെ എനിക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇതിനുവേണ്ടി അനുഭവിച്ച വേദനകൾ, ഞാൻ അതിനുവേണ്ടി എന്റെ ജീവൻ തന്നെ പറയും വെച്ചാണ് ഞാൻ ഇതിന്റെ മുന്നിൽ പുറകെ പോയത്. നമ്മുടെ പല ബിഷപ്പുമാരും പറയുന്നത് കേട്ടു, FCRA ക്രിസ്ത്യാനികളെ വേട്ടയാടാനാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ ആരെയും ഈ സർക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഞാൻ FCRA കാര്യം മാത്രമാണ് പറയുന്നത്, നിങ്ങളെ വേട്ടയാടുമെന്ന് ഞാൻ കരുതുന്നില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങളോടൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഈ FCRA നിയമം അല്ലെങ്കിൽ FCRA അക്കൗണ്ട് വെച്ച് ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയ അഴിമതികളിൽ ഒരെണ്ണം ഞാൻ കണ്ടെത്തുകയും ഞാനത് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും അതിനുശേഷം എത്രയോ കാലം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അവർ എന്നോട് ആവശ്യപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. FCRA ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഇതിന് മുഴുവൻ സഹായിച്ചത്. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ എനിക്ക് ധാർമ്മികമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇതിനുവേണ്ടി ഞാൻ അനുഭവിച്ച വേട്ടയാടുകൾ എന്തൊക്കെയാണെന്നോ, ഈ FCRA നിയമലംഘനങ്ങൾ നടത്തി നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കിയ വ്യക്തികളുണ്ട്. ഈ രാജ്യത്തെ പാവം പിടിച്ചവരെ ചികിത്സ നൽകാനാണ് എന്ന് പറഞ്ഞ് കോടാനുകോടി രൂപ വിദേശത്ത് പിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് കരുത്തറക്കുന്ന ആശുപത്രികൾ ഉണ്ടാക്കിയ വ്യക്തികളുണ്ട്. FCRAയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ബന്ധുക്കളാരും ആ ട്രസ്റ്റിൽ കാണരുത് എന്ന ഒരു നിയമം അതിനെ പിച്ച് ചീന്തി മരുമക്കളെയെല്ലാം പല രീതിയിൽ ട്രസ്റ്റിലാക്കി, പല ആധാർ കാർഡുകൾ വെച്ച് ട്രസ്റ്റിലാക്കി, അങ്ങനെ ഈ FCRA അക്കൗണ്ടിനെ ഇല്ലായ്മ ചെയ്ത വ്യക്തികളുണ്ട്. ഞാൻ ഈ പറയുന്ന FCRA അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ FCRA അക്കൗണ്ടുകളുടെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് കോടി കൊണ്ടുവന്ന FCRA അക്കൗണ്ടുകളുടെ കാര്യം പറയുന്നത്. ഇതിനകത്തൊന്നും ഈ കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭകളും ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ആരോഗ്യം തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പ്രധാനമന്ത്രി തന്നെ വരും ദിവസങ്ങൾ നിങ്ങളെ തന്നെ നേരിൽ കണ്ട് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് BJP അനുകൂല ഈ വീഡിയോ ഒന്നുമല്ല. പക്ഷെങ്കിൽ ഈ FCRAയുമായി ബന്ധപ്പെട്ട് എന്റെ ജീവൻ അപകടത്തിലാക്കി ഞാൻ ചെയ്ത പോരാട്ടങ്ങളുടെ ഫലം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ഒരു എന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം കാണണം. കേരളത്തിലെ